ഈ തീരുമാനം ഒപ്പുവെക്കാതിരിക്കാൻ പറ്റില്ല. ഇതിന്റെ അകത്ത് വേറൊരു പ്രശ്നമുള്ളത് 1100 കോടി രൂപ കൂടി അവിടെ നിന്ന് കിട്ടാനുണ്ട്. പണം ഇപ്പൊ 106 കോടി രൂപ അനുവദിച്ചത് ഉൾപ്പെടെ 1100 ചില്ലാൻ കോടി രൂപ കിട്ടാനുണ്ട്. ഈ പണം എന്ന് പറയുന്നത് കേന്ദ്രം നൽകുന്ന ഔദാര്യം അല്ലല്ലോ. കേന്ദ്രം നൽകുന്ന ഔദാര്യം അല്ലല്ലോ ഈ പണം. നമ്മൾ ഈ പണം നമുക്ക് വേണ്ടേ? നമ്മൾ കൊടുക്കുന്ന GSTയുടെ പകുതി കൊണ്ടുപോകുന്നത് കേന്ദ്ര സർക്കാരാണ്. കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന GSTയുടെ പകുതി, ഇവിടുന്ന് കൊടുക്കുന്ന ഇൻകം ടാക്സ് മുഴുവനായി കൊണ്ടുപോകുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. അത് അവർ നൽകുന്ന ഔദാര്യമല്ല. ഒരു കാരണവശാലും ഒരു വർഗീയ അജണ്ടയോ ഒരു കമ്മ്യൂണൽ അജണ്ടയോ നടപ്പാക്കാൻ സമ്മതിക്കാതെ കരിക്കുലത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം. വി.ഡി. സതീശൻ സാറ്, ഒരു സംശയം. കഴിഞ്ഞ LDF ഭരണത്തിലെ അപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി. ശിവൻകുട്ടി സാറ് പറഞ്ഞതും ഇത് തന്നെയല്ലേ? വേണമെങ്കിൽ കേട്ടു നോക്കുന്നത് പാർട്ടിയുടെ ഔദാര്യമല്ല, മറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ നികുതി എന്തെങ്കിലും മാറ്റമുണ്ടോ? നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട ഒരു മാറ്റമില്ലല്ലോ. മലയാളം തന്നെയല്ലേ ഈ പറഞ്ഞത്? എന്നതാണ്. അപ്പോ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പക്ക, അവര് പറയുകയാണെന്നുണ്ടെങ്കിൽ പക്കത്തറ. തകർക്കാനുള്ള ഒരു നീക്കത്തെയും കൊള്ളാം, രാഷ്ട്രീയം പഠിച്ചിട്ടുണ്ട്.